ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കാർ പാർക്കിംഗ് ഏരിയയിലാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ബിരിയാണി ട്രിവാൻഡ്രത്തെ വളരെ ബെസ്റ്റ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് ഗൂഗിളിൽ റിവ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ നാളായി ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എപ്പോഴും പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ടുവെക്കുക, തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. കാർ പാർക്കിംഗ് ഏരിയ നേരെ പോയാൽ നമുക്ക് തമ്പാനൂർ ഭാഗത്തേക്കൊക്കെ പോകാം. അങ്ങോട്ടാണ് ആക്ച്വലി ഈ ഒരു ഫുഡ് ടെക്സ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത്തിരി നടക്കാനുണ്ട്. കാറിലൊക്കെ വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇത് ചെറിയൊരു റോഡാണ്. അപ്പോൾ ഇതിനകത്ത് കാർ പാർക്കിംഗ് വേറെ നമുക്ക് വഴിയിലൊന്നും ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. നേരെ പോയാൽ ബേക്കറി ജംഗ്ഷനാണ് കേട്ടോ. ബേക്കറി ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞൊന്ന് കയറിയാൽ മതി. ബേക്കറി ജംഗ്ഷൻ്റെ ആ ഒരു ഫ്ലൈ ഓവർ മുകളിൽ പോകുന്നത്. അപ്പോൾ അതേ അവിടെ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അതേ ഇവിടെ ഫുഡ് ടെക്സ് എന്നുള്ള ബോർഡ് കാണാം. അപ്പം വണ്ടി അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വരുന്നതാണ് നല്ലത്. കാറിലാണ് വരുന്നതെങ്കിൽ, ബൈക്കിലാണെങ്കിലും കുഴപ്പമില്ല, അവിടെ എവിടെയെങ്കിലും പെട്ടെന്ന് പാർക്ക് ചെയ്തിട്ട് വരാനേ ഉള്ളൂ. ഇങ്ങോട്ട് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലോട്ടാണ് കാർ പാർക്കിംഗ്. പിന്നെ ഈ ഫുഡ് ടെക്സ് ചാപ്റ്റർ 1 എന്ന് എഴുതിയിരിക്കുന്നത് ഇവർ ചാപ്റ്റർ 2 തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. SS കോവിൽ റോഡിലാണത്. 11:30 ആയതേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ എത്തി. ഇവിടെ 11:30ക്കാണ് സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ അവർ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നേ ഉള്ളൂ. അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ ബിരിയാണി വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് കഴിക്കാം. അവിടെ വെച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. ഈ ഒരു ഷോപ്പ് ആദ്യം ടേക്ക് അവേ മാത്രമായിട്ടാണ് തുടങ്ങിയത് കേട്ടോ. പിന്നെ ഈ തിരക്ക് കാരണം അത് പോപ്പുലർ ആയതിനു ശേഷം അവർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വന്നു, കാർ പാർക്കിംഗ് വന്നു. അതേപോലെ SS കോവിൽ റോഡിൽ രണ്ടാമതൊരു ഔട്ട്ലെറ്റ് തുറന്നു കേട്ടോ. പിന്നെ ഇത് റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ടാണ് അവർക്ക് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് കിട്ടിയില്ല. കുറച്ച് കാറിൽ വരികയാണെങ്കിൽ കുറച്ച് നടക്കണം. ഫസ്റ്റ് കാര്യം ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പാക്കിംഗ് ആണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഞാൻ പറഞ്ഞത് 3 മിനി ചിക്കൻ ബിരിയാണിയാണ്. അതുപോലെ തന്നെ ഒരു മിനി ചിക്കൻ ഫ്രൈ, അതായത് 5 പീസുള്ള ചിക്കൻ ഫ്രൈ അതുമുണ്ട്. അപ്പോൾ അത് രണ്ടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇവിടുത്തെ വളരെ പോപ്പുലറായിട്ടുള്ള ഐറ്റം പോത്ത് ബിരിയാണിയാണ്. സംതിങ് ഉണ്ട്, 220 എന്തോ ആണ്. അതുപോലെ സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള ഓൺലൈൻ ഡെലിവറി ആപ്പുകളിലും വില ഇത്തിരി കൂടുതലാണ്. ചിലർ കംപ്ലൈൻ്റൊക്കെ പറയുന്ന കണ്ടു ഞാൻ റിവ്യൂസിൽ. ഞാനങ്ങനെ പൊതുവേ ഓൺലൈൻ ഓർഡർ ചെയ്യാറില്ല ഫുഡ്. അപ്പോൾ എന്തായാലും ഇന്ന് അവിടെ ഞാൻ ചർച്ചിൽ പോയപ്പോൾ അതുവഴി പോയി വാങ്ങിയിട്ട് വന്നതാണ്. അവിടെ നടത്തായിരുന്നു. അപ്പോൾ എന്തായാലും പാക്കിങ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് മറ്റേ സാലഡ്, ഇത് എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. ഒരു ടിഷ്യൂ ഉൾപ്പെടെ വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഇത് ഫ്രൈയുടെ പാക്കിംഗ് ആണെന്ന് തോന്നുന്നു. എഴുതിയിട്ടുണ്ട് ഫ്രൈ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് മിനി ചിക്കൻ ബിരിയാണി, ഇതാണ് അവരുടെ പാക്കിംഗ്. അതും മറ്റേ ഇതാണ് കേട്ടോ, പ്ലാസ്റ്റിക് അല്ല, മറ്റേ പേപ്പർ ടൈപ്പാണ്. കൊള്ളാം. ഇത് മറ്റേ ഡേറ്റ്സ് പിക്കിൾ. പിന്നെ അവിടെ ഓർഡറൊക്കെ എടുക്കും കേട്ടോ. അത് അവരുടെ കവറിലുള്ള ഈ ഒരു നമ്പറാണ്. താല്പര്യമുള്ളവർക്ക് വിളിച്ച് വയ്ക്കാം. അപ്പോൾ എന്തായാലും ബൾക്കായിട്ട് ഓർഡറൊക്കെ വേണമെങ്കിൽ, ഇപ്പോൾ ശനി ഞായറൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുമ്പേ വിളിച്ച് പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, മുട്ടയുള്ള ബിരിയാണിയാണല്ലോ, നല്ല മസാലയുള്ള ബിരിയാണിയാണ്. എന്തായാലും ഇത് മറ്റേ മലബാർ ദം ബിരിയാണിയാണ് കേട്ടോ. നമുക്ക് പ്ലേറ്റിലോട്ട് വിളമ്പി നോക്കാം. ഇതിനകത്ത് ഒരു പീസായിരിക്കും. മിനി ബിരിയാണി ആയതുകൊണ്ട് ഒരു പീസായിരിക്കുമേ. കുറച്ച് ചൂട് പോയിട്ടുണ്ടാവും. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരമായി. എങ്ങനെയുണ്ടോടാ, കഴിച്ചോ? അപ്പോൾ അവർ ആ സൈസ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഇതിനകത്ത് 2 ചെറിയ പീസ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഒരു വലിയ പീസ്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നോർമലി ഒരു പീസ് മിനി ചിക്കൻ ബിരിയാണിയിൽ എക്സ്പെക്റ്റ് ചെയ്യാവുള്ളൂ. നമുക്ക് 2 ചെറിയ പീസ് കിട്ടി. കൊള്ളാം. ഇതും തുറന്നു. ഇത് നമ്മുടെ ഫ്രൈസാണ്, ചിക്കൻ ഫ്രൈ. 5 പീസ് ഉണ്ടാവും. ഇത്തിരി ലേസും പൊടിയൊക്കെ ഉള്ള, എനിക്കൊന്നും ഇവിടുത്തെ ടൈപ്പ് ആയിരിക്കില്ല. എന്തായാലും ഇതും കൂടെ വെച്ച് നോക്കാം. അപ്പോൾ അത് നമുക്ക് മറ്റേ തൈരുള്ള സാലഡും ഉണ്ട്, അല്ലാതെ ജസ്റ്റ് വെജിറ്റബിൾ സാലഡും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. പിന്നെ ഡേറ്റ്സ് പിക്കിളുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റൈസ് ഇത്തിരി എനിക്കൊന്ന് ചൂട് പോയിട്ടുണ്ട്, അതിൻ്റെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നേരമായി. നല്ല മലബാർ ടൈപ്പ് ദം ബിരിയാണി. എനിക്ക് പൊതുവേ ഇങ്ങനെ ചെറിയ അരിയുടെ ബിരിയാണി ഇഷ്ടമാണ്, പ്രത്യേകിച്ച് മലബാർ ദം ബിരിയാണി. ഇത് അത് തന്നെയാണ്. അതേപോലെ ചിക്കൻ ഒന്ന് നോക്കട്ടെ. സോഫ്റ്റ് പീസാണ് എനിക്ക് കിട്ടിയത്. കൊള്ളാം. നമുക്ക് ചിക്കൻ ഫ്രൈയും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം.
കൊള്ളാം. എനിക്ക് നമുക്ക് കുറച്ചുകൂടി ചൂടുണ്ടായിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടാണ്. ഇഷ്ടപ്പെടായികയൊന്നുമില്ല. ബിരിയാണിക്ക് അല്പം എരിവുണ്ട് കേട്ടോ. എരിവ് കിട്ടുന്നുണ്ട്. എന്തായാലും കൊള്ളാം. എനിക്ക് ഇങ്ങനത്തെ മസാലയൊക്കെ ഉള്ള ബിരിയാണിയാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. റിവ്യൂസിലൊക്കെ ഉണ്ട് ട്രിവാൻഡ്രത്തെ പലർക്കും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഫേവററ്റ് ബിരിയാണി എന്നൊക്കെ. അപ്പോൾ എന്തായാലും എനിക്കും ഇഷ്ടപ്പെട്ടു. ഞാനും എനിക്ക് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യും. മറ്റൊരു വീഡിയോയിൽ കൂടുതൽ യാത്രാവിശേഷങ്ങളും രുചി അനുഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.